So let's do another problem. In an oil refinery, crude oil of specific gravity 0.85 in viscosity, 0.1 poise flow through a pipeline of 300 mm diameter with an average velocity of 3 meter per second. Find the power required to drive the pump, which has an overall efficiency of 65% per kilometer length of the pipe. I repeat the question. In an oil refinery, crude oil of specific gravity 0.85 and viscosity 0.1 poise flow through a pipeline of 300 mm diameter with an average velocity of 3 meter per second. Find the power required to drive the pump, which has an overall efficiency of 65% per kilometer length of the pipe. So read the question carefully and let's note down what are the data given in the question. Specific gravity of crude oil, .85, viscosity mu equals 0.1 poise or 0.01 Newton second per meter square. Pipe diameter D equal to 300 mm or 0.3 meter. Then average velocity of flow V equal to 3 meter per second. Length of pipe is 1 kilometer. Yes. Length of pipe is another. Find the power required to drive the pump, which has an overall efficiency of 65% per kilometer of the pipe. Adinanu manasilakunathu length of pipe 100,000 meters allengil 1 kilometer ennu edukkalam. Then overall efficiency of pump eta pump is equal to 65% or 0.65. കണ്ടുപിടിക്കാൻ പറഞ്ഞത് power required to drive the pump. Power required to drive the pump ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. സോ ഇതെങ്ങനെ സോൾവ് ചെയ്യും? ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ പമ്പിന്റെ എഫിഷ്യൻസി തന്നിട്ടുണ്ട്. എഫിഷ്യൻസി ഓഫ് പമ്പ് എന്ന് പറയുന്നത് പവർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ ഫ്ലോ ഡിവൈഡഡ് ബൈ പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ പമ്പ്. പവർ ഇൻപുട്ട് ബൈ പവർ ഔട്ട്പുട്ട് ആണ് ഓവറോൾ എഫിഷ്യൻസി. അപ്പോൾ ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് പവർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ ഫ്ലോ, അതായത് ഔട്ട്പുട്ട് പവർ ഓഫ് ദ പമ്പ് ഡിവൈഡഡ് ബൈ പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ പമ്പ്, അതാണ് ഇൻപുട്ട് ഓഫ് ദ പമ്പ്. അപ്പോൾ പവർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ ഫ്ലോ എന്ന് പറയുന്നതാണ് പവർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ ഫ്ലോ എന്ന് പറയുന്നതാണ് പവർ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. പവർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ ഫ്ലോ ഇസ് ദ പവർ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. നമ്മൾ ചോദിച്ചിരിക്കുന്നത് പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ പമ്പ്, പമ്പിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ട പവർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രിക്ഷൻ ലോസ് കാരണം ഉണ്ടാകുന്ന പവർ ലോസ് ആണ് ഈ പവർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള പവർ എന്ന് പറയുന്നത് പവർ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. So overall efficiency is power required to maintain the flow divided by power required to drive the pump. Therefore, power required to drive the pump is power required to maintain the flow by
efficiency of the pump. പമ്പിന്റെ എഫിഷ്യൻസി തന്നിട്ടുണ്ട്. ഇനി പവർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ ഫ്ലോ കണ്ടുപിടിക്കണം. പവർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ ഫ്ലോ എന്ന് പറയുന്നത് പവർ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. പവർ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫോർമുല പഠിച്ചായിരുന്നു, റോ ജി ക്യൂ ഇൻറ്റു എച്ച് എഫ്, വേർ എച്ച് എഫ് ഇസ് ദ ഫ്രിക്ഷണൽ ലോസ്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രിക്ഷണൽ ലോസ് കണ്ടുപിടിക്കണം. ഫ്രിക്ഷണൽ ലോസ് കണ്ടുപിടിക്കണമെങ്കിൽ ഏത് ഫോർമുല യൂസ് ചെയ്യും? ഡാർസി-വെയ്ബാച്ച് ഇക്വേഷൻ യൂസ് ചെയ്യും. ഡാർസി-വെയ്ബാച്ച് ഇക്വേഷൻ യൂസ് ചെയ്യും. അപ്പോൾ ഫ്രിക്ഷണൽ ലോസിന്റെ ഇക്വേഷൻ എന്താണ്? HF is equal to 4FLV²/2GD. അതിൽ ഫ്രിക്ഷൻ ഫാക്ടർ എങ്ങനെ എടുക്കും? റെയ്നോൾഡ്സ് നമ്പറിനെ ബേസ് ചെയ്തിട്ട് വേണം ഫ്രിക്ഷൻ ഫാക്ടർ എടുക്കാൻ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാം. സോ റെയ്നോൾഡ്സ് നമ്പർ RE is equal to rho VD by mu. Rho VD by mu. Rho പകരം സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് 0.85 into density of water into velocity 3 into pipe diameter 0.3 divided by viscosity 0.01. Dynamic viscosity 0.01. ഇപ്പോൾ എത്ര കിട്ടും? 76500 കിട്ടും. Which is greater than 4000. അതായത് turbulent flow ആണ്. അപ്പോൾ ഫ്രിക്ഷൻ ഫാക്ടർ (4F) is equal to 0.316 by RE raised to 0.25. 0.316 divided by RE raised to 0.25. Substitute ചെയ്ത് കണ്ടുപിടിച്ചേ. ഇനി head loss due to friction HF is equal to 4FLV²/2GD. 4F എന്ന് പറയുന്നതാണ് 0.019, L is 1000, V² എന്ന് പറയുമ്പോൾ 3² by 2 into 9.81 into D 0.3. അപ്പോൾ HF എത്ര വരും? 29.051 മീറ്റർ. അത്രയും മീറ്റർ ഓഫ് ക്രൂഡ് ഓയിൽ ഉണ്ടായിരിക്കും, കാരണം ഇവിടുത്തെ ഫ്ലൂയിഡ് ക്രൂഡ് ഓയിലാണ്. ഇനി power loss due to friction is equal to rho G Q into HF. എത്ര വരും? 0.85 into 10 raised to 3 into 9.8. ഇനി Q വേണം, ഡിസ്ചാർജ്. ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു വെലോസിറ്റി, ദാറ്റ് ഇസ് 5/4 into 0.3² into 3 into HF 29.051. അപ്പോൾ ഈ സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഏരിയ ആണ് പ്രത്യേകം കണ്ടുപിടിക്കേണ്ട, ഡിസ്ചാർജിന് ഏരിയ ആൻഡ് വെലോസിറ്റി എന്നിട്ടങ്ങ് ചെയ്താൽ മതി. പവർ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എത്ര വരും? 51369.18 watt. പവർ ആകുമ്പോൾ വാട്ടിൽ വരും. സോ പവർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ flow is equal to power loss due to friction. Power required to maintain flow is power lost due to friction. അപ്പോൾ power required, question ചോദിച്ചിരിക്കുന്ന power required to drive the pump is equal to power required to maintain flow divided by
power required to maintain flow divided by efficiency of the pump. അപ്പോൾ എത്ര വരും? 51369.18 divided by efficiency എത്രയാണ്? 0.65. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.65 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇത് എത്ര വരും? 79029 watt എന്ന് വരും. ഇതാണ് ആൻസർ. നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് പമ്പിന്റെ എഫിഷ്യൻസി തന്നിട്ടുണ്ട്, പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ പമ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ പവർ എഫിഷ്യൻസി എന്ന് പറയുന്നത് പവർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ഫ്ലോ ബൈ പവർ റിക്വയർഡ് ടു ഡ്രൈവ്, അതാണ് എഫിഷ്യൻസി. അപ്പോൾ പവർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ഫ്ലോ ഇസ് ദ പവർ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. പവർ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ρg(Q) × hf. അപ്പോൾ hf കണ്ടുപിടിച്ചു, അതിൽ നിന്ന് പവർ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കണ്ടുപിടിച്ചു, ദെൻ പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ പമ്പ് കണ്ടുപിടിക്കും. Now next question. At a sudden enlargement of a water main from 240 mm to 480 mm diameter, the hydraulic gradient rises by 10 mm. Calculate the rate of flow. At a sudden enlargement of a water main from 240 mm to 480 mm diameter, the hydraulic gradient rises by 100 mm. Calculate the rate of flow. The minor loss in the problem ആണ്. ഇത്രയും ചെയ്തത് മേജർ ലോസ്, ഇനി മൈനർ ലോസിന്റെ പ്രോബ്ലം. സോ അറ്റ് എ സഡൻ എൻലാർജ്മെന്റ്, അപ്പോൾ ഇവിടെ ലോസ് ഓഫ് ഡ്യൂ ടു എൻലാർജ്മെന്റ് ആണ് എടുക്കേണ്ടത്. Diameter of smaller pipes mm or 0.24 meter. Then diameter of larger pipe D2 is equal to 480 mm or 0.48 meter. Rise of hydraulic gradient is equal to 10 mm or 0.1 meter. ഇവിടെ റൈസ് ഓഫ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ചേഞ്ച് ഓഫ് പ്രഷർ ഹെഡ് ആൻഡ് പൊട്ടൻഷ്യൽ ഹെഡ്, ഓർ ഇറ്റ് ഈസ് ദി റൈസ് ഓഫ് പീസോമീറ്റർ ഹെഡ്. അതെന്താണ് റൈസ് ഓഫ് hydraulic gradient is equal to rise of piezometer head. ഈ റൈസ് ഓഫ് പീസോമീറ്റർ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. P2 by ρg plus Z2 minus P1 by ρg plus Z1. അതാണ് 0.01 meter. Head loss due to sudden enlargement HLE എന്ന് പറയുന്നത് എത്രയാണ്? V1 minus V2 the whole square by 2G. ഇതാണ് head loss due to sudden enlargement or expansion.
നമ്മൾ രണ്ട് സെക്ഷനിലും ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? P1/ρg പ്ലസ് B1 സ്ക്വയർ ബൈ 2g പ്ലസ് Z1 is equal to P2/ρg പ്ലസ് B2 സ്ക്വയർ ബൈ 2g പ്ലസ് Z2 പ്ലസ് ഹെഡ് ലോസ്. ഇതില് P1/ρg പ്ലസ് Z1 തിരിച്ചെടുക്കാം. P2/ρg പ്ലസ് Z2 മൈനസ് P1/ρg പ്ലസ് Z1 is equal to B1 സ്ക്വയർ ബൈ 2g മൈനസ് B2 സ്ക്വയർ ബൈ 2g മൈനസ് HL വരും. ദാറ്റ് ഇസ് B1 മൈനസ് B2 ബൈ 2g. ഇങ്ങനെ വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.01 is equal to substitute ചെയ്യുന്നതിന് by continuity equation A1 B1 is equal to A2 B2. continuity equation le A1 B1 is equal to A2 B2. A1 എന്ന് പറയുന്നത് pi/4 into 0.24 square into B1 is equal to pi/4 into 0.4x square into B2. ഇതങ്ങോട്ട് സോൾവ് ചെയ്യുമ്പോൾ B1 എത്ര കിട്ടും? B1 is equal to 4.021 B2 എന്ന് കിട്ടും. B1 is equal to 4.021 B2 എന്ന് കിട്ടും. നമുക്ക് ഡിസ്ചാർജ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ ഇങ്ങനെ V1 is equal to 4.021 B2 എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഈ വാല്യൂ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് V1നെ V2യുടെ ടേംസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് V2 കണ്ടുപിടിച്ചിട്ട് Q കണ്ടുപിടിക്കാം. A2 V2 അല്ലെങ്കിൽ Q കണ്ടുപിടിക്കാം. A2 V2 എന്ന് പറഞ്ഞത് Q will be equal to A2 V2. Solve for V2. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിലെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് V2 സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിന് വേറൊരു മെത്തേഡ് ഉണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. ഇതെന്താണ്? 0.01 is equal to 1/2g into B1 square minus B2 square minus B1 minus B2 the whole square. That is 0.01 into 2g is equal to B1 square എന്താണ്? Q square by A1 square minus Q square by A2 square minus Q by A1 minus Q by A2 the whole square. ഇനി ഇതിനകത്തോട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is 0.01 into 2 into 9.81 is equal to Q square into 1 by A1 square minus 1 by A2 square minus 1 by A1 minus 1 by A2. ഇങ്ങനെ വരും. ഇനി ഇതിനകത്ത് put A1 is equal to
5/4 into 0.24 square. A2 is equal to 5/4 into 0.48 square. Substitute ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ Q value കിട്ടും. Then solve for Q. അപ്പോൾ Q എത്ര കിട്ടും? സോൾവ് ചെയ്ത് വരുമ്പോൾ Q is equal to 0.0324 meter cube per second. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ റൈസ് ഓഫ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് തന്നിട്ടുണ്ട്. റൈസ് ഓഫ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് തന്നെയാണ് റൈസ് ഓഫ് പീസോമീറ്റർ ഹെഡ്. ഇവിടെ ഹെഡ് ലോസ് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് സഡൻ എൻലാർജ്മെന്റ് ആണ്. നമ്മൾ സെക്ഷൻ 1ലും സെക്ഷൻ 2ലും കൂടെ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. P1/ρg plus V1/2g plus Z1 equal to P2/ρg plus V2/2g plus Z2 plus HLE, where HLE is the sudden head loss due to sudden enlargement or sudden expansion. അപ്പോൾ P2/ρg plus V2/2g minus P2/ρg plus Z2 minus P1/ρg plus Z1 എന്ന് പറയുന്നതാണ് റൈസ് ഓഫ് പീസോമെട്രിക് ഹെഡ് 0.01 meter is equal to V1/2g minus V2/2g minus V1 minus V2 the whole square by 2g. ഇനി കണ്ടിന്യൂറ്റി ഇക്വേഷൻ വെച്ചിട്ട് നമുക്കറിയാം A1 V1 is equal to A2 V2 and discharge Q is equal to A2 V2 അല്ലെങ്കിൽ Q is equal to A1 V1. അപ്പോൾ ഇനി രണ്ട് രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഒന്നെങ്കിൽ A1 V1 is equal to A2 V2 എന്ന് എഴുതി V1 in terms of V2 അല്ലെങ്കിൽ V2 in terms of V1 ആക്കിയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഏതാണ് അവിടെ ഉള്ളത് കണ്ടുപിടിക്കുക. അതായത് ഇപ്പോൾ V1 in terms of V2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതിനെ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് സോൾവ് ഫോർ V2 സോൾവ് ചെയ്തതിന് ശേഷം Q is equal to A2 V2. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് VA Q/A എന്നാക്കാം. Q ആണല്ലോ കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് V1 എന്ന് പറയുന്നത് Q/A1, V2 എന്ന് പറയുന്നത് Q/A2. അങ്ങനെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ A1 A2 എല്ലാം അറിയാം, Q മാത്രമാണ് അൺനോൺ വരുന്നത്. അപ്പോൾ Qന് വേണ്ടി നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് Q ഡയറക്റ്റ്ലി. രണ്ട് രീതിയിലും ചെയ്യാം. Q കണ്ടുപിടിച്ചാൽ മതി. ചെറിയ ഡെസിമൽ വ്യത്യാസമേ വരത്തുള്ളൂ ആൻസർ. Q is equal to 0.0324 meter cube per second. ഒന്നെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിച്ചിട്ട് ഒരു വെലോസിറ്റിയെ മറ്റേ വെലോസിറ്റിയുടെ ടേംസിൽ എഴുതി വെലോസിറ്റിക്ക് സോൾവ് ചെയ്തിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വെലോസിറ്റി എല്ലാം Q/A എന്നുള്ള ഫോമിലാക്കി എക്കൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് Q മാത്രം അൺനോൺ ആയിട്ട് വരും. അന്നേരം Qന് വേണ്ടി സോൾവ് ചെയ്താൽ മതി. അപ്പോൾ Q എത്ര ആണെന്ന് കിട്ടും.